നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വാർത്തകൾ വിശദമായി. UAE-യിലെ വെള്ളപ്പൊക്കത്തിൽ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് അവ എളുപ്പത്തിൽ കണ്ടെത്താൻ വെബ്സൈറ്റ് വെർ ഈസ് മൈ പ്ലേറ്റ് എന്ന പേരിലാണ് വെബ്സൈറ്റ്. വെള്ളപ്പൊക്ക ദുരിതത്തിൽ പരസ്പരം കൈകോർത്ത് ജീവിതത്തിന്റെ പഴയ താളം വീണ്ടെടുക്കുകയാണ് UAE-യിൽ പ്രവാസികൾ. ഓരോരുത്തരും തങ്ങൾക്ക് സാധിക്കുന്ന തരത്തിൽ പ്രതിസന്ധിയിലായവരുടെ കൂടെ നിൽക്കുകയാണ്. വെള്ളപ്പൊക്കത്തിൽ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ നഷ്ടപ്പെട്ട വാഹന ഉടമകൾക്ക് ആശ്വാസമായി നമ്പർ പ്ലേറ്റുകൾ കണ്ടെത്താൻ വെബ്സൈറ്റ് രൂപീകരിച്ചാണ് UAE-യിലെ ഒരു പരസ്യ സ്ഥാപനം രംഗത്തെത്തിയത്. UAE-യിലുള്ളവർക്ക് വഴിയിൽ എവിടെയെങ്കിലും വെച്ച് വെള്ളത്തിൽ ഒഴുകിപ്പോയ നമ്പർ പ്ലേറ്റുകൾ കണ്ടുകിട്ടിയാൽ ആ നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോ, ലൊക്കേഷൻ പിൻ എന്നിവ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത്. നമ്പർ പ്ലേറ്റ് നഷ്ടപ്പെട്ട വാഹന ഉടമയ്ക്ക് ഈ വെബ്സൈറ്റിൽ കയറി വണ്ടി നമ്പർ ടൈപ്പ് ചെയ്ത് നമ്പർ പ്ലേറ്റ് കണ്ടുപിടിക്കാവുന്ന തരത്തിലാണ് വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ പ്രാധാന്യവും അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും കൃത്യമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മഴക്കെടുതിയിൽ UAE-ക്ക് ഒരു കൈസഹായം എന്ന നിലയിലാണ് നമ്പർ പ്ലേറ്റുകൾ കണ്ടെത്താൻ മാത്രമായി ഇങ്ങനെയൊരു സൗജന്യ വെബ്സൈറ്റിന് രൂപം നൽകിയിരിക്കുന്നതെന്ന് സംരംഭത്തിന് പുറകിലുള്ളവർ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ഏപ്രിൽ 16-17 തീയതികളിൽ പെയ്ത മഴ ഒരുപാട് ദുരിതങ്ങൾ ബാക്കി വെച്ചാണ് പോയത്. മഴവെള്ളത്തിൽ പെട്ടുപോയ വണ്ടികളുടെ നഷ്ടപ്പെട്ട നമ്പർ പ്ലേറ്റുകൾ ആ കൂട്ടത്തിലൊരു വലിയ പ്രശ്നമായിരുന്നു. നഷ്ടപ്പെട്ട നമ്പർ പ്ലേറ്റ് വീണ്ടെടുക്കാൻ പണച്ചെലവ് മാത്രമല്ല, സമയം, മെനക്കേട് എന്നിവ കുറേ ഉണ്ട്. ഇങ്ങനെ നഷ്ടപ്പെട്ട പ്ലേറ്റുകൾ കണ്ടെത്തുന്നവർ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തും മറ്റുള്ളവരോട് പറഞ്ഞും പ്ലാറ്റ്ഫോംസിലൊക്കെ വെച്ചും മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ശ്രമങ്ങളൊന്നും അവർ ഉദ്ദേശിച്ച അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല. ഈ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട നമ്പർ പ്ലേറ്റ്സ് കണ്ടെത്തുന്നതിന് ഒരു എഫക്റ്റീവ് പ്ലാറ്റ്ഫോം എന്ന നിലയിൽ നിന്നാണ് whereismyplate.ae എന്ന വെബ്സൈറ്റ് ഐഡിയ ഉള്ളെടുത്തത്. കണ്ടുകെട്ടുന്ന നമ്പർ പ്ലേറ്റുകളുടെ ഫോട്ടോ, ലൊക്കേഷൻ പിൻ ഈ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്പർ പ്ലേറ്റ്സ് നഷ്ടപ്പെട്ടവർക്ക് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് സെർച്ച് ചെയ്ത് വെബ്സൈറ്റിലുണ്ടോ എന്ന് അന്വേഷിക്കാനും പറ്റും. നമ്പർ പ്ലേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, ലൊക്കേഷൻ എന്നീ ബേസിക് ഡേറ്റ അല്ലാതെ വേറെ ഒരു പേഴ്സണൽ ഇൻഫർമേഷനും ഈ വെബ്സൈറ്റ് കളക്ട് ചെയ്യുന്നില്ല. ഈ ദുരിതങ്ങൾക്കിടയിൽ പൊതുജനങ്ങൾക്കൊരു സഹായം നമ്മൾ ജീവിക്കുന്ന ഈ നാടിനുള്ള കടമ എന്ന നിലയിൽ മാത്രം ഡിസൈൻ ചെയ്തതാണ് whereismyplate.ae എന്ന ഈ ആംബർ കമ്മ്യൂണിക്കേഷൻസ് ഇനിഷ്യേറ്റീവ്. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഈ വെബ്സൈറ്റിൽ കയറി നമ്പർ പ്ലേറ്റുകൾ കണ്ടെത്തുന്നത്. അതേസമയം മരുന്നും ഭക്ഷണവും ഉൾപ്പെടെ ദുരിതത്തിലായവർക്ക് ആശ്വാസമായി നിരവധി സംഘടനകളും ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 24 ദുബായ്. ദുബായ് അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിലെ പുതിയ പാസഞ്ചർ ടെർമിനലിന്റെ രൂപരേഖയ്ക്ക് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി. 10 വർഷത്തിനകം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പുതിയ വിമാനത്താവളത്തിലേക്ക് മാറ്റും. ദുബായ് ഏവിയേഷൻ കോർപ്പറേഷന്റെ പദ്ധതിയുടെ ഭാഗമായി 128 ബില്യൺ ദിർഹം ചെലവ് കണക്കാക്കുന്ന ടെർമിനലിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങും. ഖത്തറിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായി ഇന്ത്യൻ എംബസി മീറ്റ് ദി അംബാസിഡർ ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കുന്നു. മെയ് 2 വൈകിട്ട് 3 മണി മുതൽ ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസിന് ഖത്തർ ഇന്ത്യൻ അംബാസിഡർ വിപുൽ നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയാണ് രജിസ്ട്രേഷൻ. 3 മണി മുതൽ 5 മണി വരെ എംബസിയിൽ നേരിട്ടെത്തി ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാം. ഖത്തറി മലയാളി ദമ്പതികളുടെ 8 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. പാലക്കാട് പട്ടാമ്പി കൂറ്റനാട് സ്വദേശികളായ മുഹമ്മദ് ഷെരീഫ്, ജസീല ദമ്പതികളുടെ മകൻ ഹസനാണ് മരിച്ചത്. അണുബാധയെ തുടർന്ന് 2 ദിവസം മുൻപാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മൃതദേഹം അബു ഹമൂർ ഖബറിസ്ഥാനിൽ സംസ്കരിച്ചു. കുവൈറ്റ് KMCC CH ദിനത്തിൽ സ്വരൂപിച്ച തുക കൈമാറി. കോഴിക്കോട് CH സെന്ററിൽ ആയിരുന്നു ചടങ്ങ്. കുവൈറ്റ് KMCC ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ കണ്ണയത്ത് CH സെന്റർ വോളണ്ടിയർ ടീമിന്റെ സാന്നിധ്യത്തിൽ കോയ സാഹിബിനാണ് തുക കൈമാറിയത്. കോഴിക്കോട് CH സെന്റർ പ്രസിഡന്റ് കോയ സാഹിബ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. കുവൈറ്റ് KMCC ഓർഗനൈസിംഗ് സെക്രട്ടറി സിറാജ് എരഞ്ചിക്കൽ, കുവൈറ്റ് KMCC CH സെന്റർ ചെയർമാൻ മുഹമ്മദ് അസ്ലം കുറ്റിക്കാട്ടൂർ, ഫൈസൽ കടമേരി, ഫൈസൽ ഹാജി, ഷബാദ് അത്തോളി എന്നിവർ സംസാരിച്ചു. കെഫ സംഘടിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് ലീഗ് ഫുട്ബോളിന് ദുബായിൽ ആവേശോജ്വല തുടക്കം. ആദ്യ ദിനം 3 മത്സരങ്ങളാണ് ഉണ്ടായത്. ജെയിൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അടുത്ത മാസം 5 വരെ മത്സരങ്ങളുണ്ടാകും.
കേരള എക്സ്പാറ്റ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ഡിസ്ട്രിക്ട് ലീഗ് 11 സൈഡ് ഫുട്ബോൾ ടൂർണമെന്റിന് ദുബായിൽ തുടക്കമായിരിക്കുകയാണ്. ദുബായ് ക്ലബ് ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ജെയിൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ ആദ്യ ദിനം 3 മത്സരങ്ങളാണ് അരങ്ങേറിയത്. ആദ്യ മത്സരത്തിൽ വയനാടിനെ പാലക്കാട് 1-2 ഗോളുകൾക്കും 1 ഗോളിന് കോഴിക്കോടിനെ തൃശൂരും 2 ഗോളുകൾക്ക് കണ്ണൂരിനെ തിരുവനന്തപുരവും പരാജയപ്പെടുത്തി. ഓരോ ജില്ലയെയും പ്രതിനിധീകരിച്ച് അതാത് ജില്ലയിലെ പ്രവാസികളായ കളിക്കാർക്ക് പുറമെ സന്തോഷ് ട്രോഫി ISL കളിക്കാരും മത്സരരംഗത്തുണ്ട്. ആദ്യത്തെ ദിവസത്തെ ഉദ്ഘാടന മത്സരത്തിൽ കളിച്ചത് പാലക്കാട്, വയനാട്, കണ്ണൂർ, തിരുവനന്തപുരം, അതുപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ ആണ്. ഈ 3 മത്സരങ്ങളാണ് ഇപ്പം ഇന്ന് കഴിഞ്ഞത്. പിന്നെ ആളുകളുടെ പങ്കാളിത്തം നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ജനങ്ങൾ കൂടി വരുന്നുണ്ട്. ഇത് വളരെ നല്ല പോപ്പുലറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ദിവസങ്ങൾ കഴിയുന്തോറും, ഫസ്റ്റ് റൗണ്ട് കഴിയുന്തോറും കൂടുതൽ ജനപങ്കാളിത്തോടുകൂടി പോപ്പുലറായിട്ട് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷ. UAE തന്നെ പ്രഗത്ഭരായ പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ISL I ലീഗ് പ്ലെയേഴ്സ് ഒരുപാട് പേര് പല ടീമുകളിലായിട്ട് വന്നിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും മറ്റ് ടീമുകളിലും കൂടുതൽ പങ്കാളിത്തം പ്രതീക്ഷിക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലാ വികാരമാണ്. എല്ലാ ജില്ലകളിൽ നിന്നും ഫുട്ബോൾ സ്നേഹിക്കുന്നതും അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. ആ പബ്ലിസിറ്റി കൊടുത്തതിൻ്റെ ഇതായിട്ട് നമുക്ക് ഗാലറി ഫുള്ളായിരുന്നു. അത്രയും ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ ഇതിനേക്കാളും ജനപങ്കാളിത്തം കൂടുതലായിട്ട് നമുക്ക് വരും. ജില്ലാ വികാരം ശരിക്കും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. ഇനി വരും വർഷങ്ങളിൽ ഇതിൽ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ ഈ സീസണിനോടുകൂടെ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നല്ല തുടക്കമായിട്ടാണ് നമുക്ക് കാണുന്നത്. നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഫുട്ബോൾ ഇത് ഇപ്പോൾ വർക്ക് ലൈഫിൻ്റെ ബാലൻസിങ് കൂടിയിട്ടാണ്. അപ്പോൾ അത് കൂടാതെ ഇത് ആസ്വദിക്കാനായിട്ട് വരുന്ന ഒരുപാട് പേര് ഇപ്പോൾ ജില്ലാതലത്തിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വികാരം വേറെ തന്നെ. ക്ലബ്ബ് മത്സരങ്ങളെക്കാളും കൂടുതൽ ജില്ലാതലത്തിലുള്ളൊരു മത്സരമാകുമ്പോൾ ആളുകളുടെ ആവേശം 10 മടങ്ങാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്തരത്തിലുള്ള ഒരു ജനപങ്കാളിത്തവും ജനബാഹുല്യമാണ് ഇവിടെ ഇന്ന് ഉണ്ടായിരുന്നത് ഈ കളികൾ വീക്ഷിക്കാനായിട്ട്. അപ്പോൾ ഈ കാണാൻ വരുന്നവരുടെയും കൂടി ഒരു വർക്ക് ലൈഫ് ബാലൻസാണിത്. എല്ലാം കൊണ്ടും ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു രീതിയിലുള്ള ഫുട്ബോളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിനേക്കാൾ നല്ല പങ്കാളിത്തവും നല്ല രീതിയിൽ ഇനി വരും വർഷങ്ങളിൽ ഇതിനേക്കാളും നല്ല എത്രയോ മടങ്ങ് ആഘോഷപൂർവ്വം ഈ KDL മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പ്രസൻ്റ്ലി എല്ലാ ടീമുകളും ടോപ്പ് റാങ്ക് ലിസ്റ്റിലുള്ള ടീമുകളാണ് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിൽ നിന്നുള്ള പ്ലെയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളിയിൽ വന്ന വ്യത്യാസം നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇനിയും ടീമുകൾ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ടൂർണമെൻറ്റിൽ മലപ്പുറവും കാസർഗോഡുമാണ്. കഴിഞ്ഞ എന്താ പറയുക, ഈ UAE സംബന്ധിച്ചിടത്തോളം 2 പ്രഗത്ഭ ജില്ലകളാണ്. ഫുട്ബോളിനെ അക്കോർഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല 2 ടീമെന്ന് പറയാൻ പറ്റുന്ന അത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ള ടീമാണ്. അതിലേക്കാണ് പുറത്തുനിന്ന് പ്ലെയേഴ്സും കൂടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂരാണെങ്കിലും മറ്റുള്ള ജില്ലകളാണെങ്കിലും എല്ലാ ടീമുകളിലും നല്ല പ്ലെയേഴ്സ് വന്നിട്ടുണ്ട്. അതൊരു വ്യത്യാസം കളിയിൽ കാണാനുണ്ട്. വലിയ ആവേശത്തോടെയാണ് ടൂർണമെന്റിനെ കാണുന്നതെന്ന് പ്രവാസികളും അഭിപ്രായപ്പെട്ടു. വളരെ പ്രതീക്ഷയോടെയാണ് ട്രിവാൻഡ്രം ടീം പങ്കെടുക്കാൻ ഇറങ്ങുന്നത്. ഫസ്റ്റ് മാച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ്. നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ സന്തോഷ് ട്രോഫി പ്ലേയേഴ്സ്, പിന്നെ I ലീഗ് കളിക്കുന്ന പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. നോക്കാം, ഫസ്റ്റ് മാച്ചാണ്, കോമ്പിനേഷൻ എങ്ങനെ പോകുന്നു. അടുത്ത മാസം 5 വരെയാണ് മത്സരങ്ങൾ ഉണ്ടാവുക. പ്രവേശനം സൗജന്യമായിരിക്കും. 24 ദുബായ്. വിവിധ തരം ചക്കകളും ചക്ക വിഭവങ്ങളുമായി ലുലുവിൽ ചക്ക ഉത്സവം ആരംഭിച്ചു. ഇന്ത്യ, മലേഷ്യ, ഇന്തോനേഷ്യ, മെക്സിക്കോ, വിയറ്റ്നാം, ശ്രീലങ്ക, ഫിലിപ്പൈൻസ്, ഉഗാണ്ട, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ തരം ചക്കകളും ചക്ക കൊണ്ടുള്ള വിഭവങ്ങളുമായി ശ്രദ്ധേയമാണ് ചക്ക ഉത്സവം. അബുദാബി മദീനത്ത് സയ്യിദ് ഷോപ്പിംഗ് സെന്ററിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ അബുദാബി മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് പാർട്ണർഷിപ്പ് മാനേജർ ഹംദാൻ അൽ മർഭൂയും പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വാണ്ടറിംഗ് ഫുഡിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ലുലു ഗ്രൂപ്പ് ഡയറക്ടർ അബൂബക്കർ TPയും മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. മേള മെയ് 5 വരെ നീണ്ടുനിൽക്കും.
ഇനി മറ്റു വാർത്തകളിലേക്ക്. BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച് LDF കൺവീനർ EP ജയരാജൻ. ജാവ്ദേക്കറും TG നന്ദകുമാറും യാദൃച്ഛികമായാണ് മകന്റെ വീട്ടിലെത്തിയത്. അതിന്റെ പേരിൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് EP ജയരാജൻ 24നോട് പറഞ്ഞു. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം അപ്രസക്തമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചന ആരോപിക്കുന്നു LDF കൺവീനർ EP ജയരാജൻ. തന്നെ RSS 3 തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനൊരാൾ BJPയിൽ പോകുമെന്ന് എങ്ങനെ വാർത്ത നൽകും? ശോഭാ സുരേന്ദ്രനുമായി ഒരു പരിചയവുമില്ല. TG നന്ദകുമാറിനെ ഒരു യാത്രക്കിടയിലാണ് പരിചയപ്പെട്ടത്. അതിനപ്പുറം നന്ദകുമാറുമായി യാതൊരു ബന്ധവുമില്ലെന്നും 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ EP ജയരാജൻ വ്യക്തമാക്കി. ഈ ദല്ലാളിനെ തന്നെ ചില യാത്രാഘട്ടങ്ങളിലാണ് കാണുകയും അപ്പോൾ പുള്ളി വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു ശീലക്കാരനാണ്. പല കേസിൽ ഇയാൾ ഇടപെടുത്തേണ്ട കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്നീട് വളരെ വളരെ അകന്ന് പോയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഇതുണ്ടാക്കിയത്. അതെനിക്ക് തോന്നുന്ന ബോധപൂർവം തന്നെ ഉണ്ടാക്കിയതാണ്. ആ ബോധപൂർവം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, സുധാകരനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, ദല്ലാളുണ്ട്, അതുപോലെ ചില പ്രധാനപ്പെട്ട മാധ്യമക്കാരുണ്ട്. ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ്. എന്നെ തന്നെ 3 പ്രാവശ്യം RSSകാർ കൊല്ലാൻ വേണ്ടി പോകുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ നിലവാരത്തിലേക്ക് എനിക്ക് താഴാൻ പറ്റും. ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പാപി പരാമർശം പൊതുസമൂഹത്തിനുള്ള സന്ദേശം. അതൊരു പൊതുസമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്, ഒരു സന്ദേശമാണത്. അത് ഞാൻ മാത്രമല്ല, എല്ലാ മാധ്യമക്കാരും അത് പാഠമാക്കണം. അതുകൊണ്ട് അവരും നശിക്കരുത്, ആരും നശിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ കൊടുത്തത്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പ്രതികരിച്ചത് ആരോപണം സത്യമെന്ന് ആളുകൾ കരുതുന്ന സാഹചര്യം ഒഴിവാക്കാൻ. അപ്പോൾ ഞാനത് പറഞ്ഞില്ലെങ്കിലോ, അവരുടെ അന്നത്തെ ഫ്ലാഷ് ഇത് EP പറഞ്ഞില്ല, മറുപടി പറയാതെ മാറിയുന്നു. അപ്പോൾ ഇത് ശരിയാണ്, അപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട്. പിന്നെ അവർക്ക് തോന്നുന്ന വാക്കുകളിലൂടെ ആ വാർത്തയാക്കിയിട്ട് കൊടുക്കും. അതിനേക്കാളും നല്ലത് എൻ്റെ ഉള്ള അനുഭവം പറയുന്നില്ലേ. നാളത്തെ സംസ്ഥാന സെക്രട്ടറിയിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം അപ്രസക്തമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. 24 കണ്ണൂർ. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ CPIക്ക് കടുത്ത അതൃപ്തി. EPയുടെ തുറന്നുപറച്ചിൽ ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് EP ജയരാജൻ തുടരുന്നതിലും CPIക്ക് എതിർപ്പുണ്ട്. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിവാദം ചർച്ചയാകും. വിവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചില്ല. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം തുറന്നു സമ്മതിച്ച EP ജയരാജന്റെ നടപടി CPMന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ലെന്നാണ് CPIയുടെ നിലപാട്. LDF കൺവീനർ കൂടിയായ EP ജയരാജൻ BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീടത് തുറന്നു സമ്മതിക്കുകയും ചെയ്തത് ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു. കോൺഗ്രസ് നേതാക്കൾ BJPയിൽ പോകുന്നത് രാഷ്ട്രീയ പ്രചരണമാക്കുന്നതിനിടെ ഇടതുമുന്നണി കൺവീനർ തന്നെ ഇത്തരത്തിൽ സംഘപരിവാർ നേതാക്കളുമായി ചർച്ച നടത്തിയത് രാഷ്ട്രീയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. EP ജയരാജൻ കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിലും CPIക്ക് അതൃപ്തിയുണ്ട്. എന്നാൽ CPMനോട് CPI ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. EPക്കെതിരെ ഉചിതമായ നടപടി CPM എടുക്കുമെന്ന വിശ്വാസത്തിലാണ് CPI. CPIഎമ്മിനെ പോലെ പാർട്ടിയെ പറ്റി CPIക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇത്തരത്തിൽ വിഷയം വന്നാൽ അത് കൈകാര്യം ചെയ്യാനും ആവശ്യമെങ്കിൽ തിരുത്താനുമുള്ള കെൽപ്പുള്ള പക്വതയുള്ള പാർട്ടിയാണ് CPIഎം. CPIക്ക് ബോധ്യമുണ്ട്. ആ CPIഎമ്മിനെ നടപടി കാണിക്കേണ്ട പാർട്ടിയായിട്ട് ഞങ്ങളെ കാണുന്നില്ല. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയേണ്ട ഗതിയിൽ ഉചിതമായി പറയും. നടപടിയെടുത്തില്ലെങ്കിൽ കൺവീനർ സ്ഥാനത്ത് EP ജയരാജനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് നൽകുന്നതടക്കം പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. അതേസമയം വിവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചില്ല. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിവാദം ചർച്ചയാകും. EP ജയരാജനെതിരെ കടുത്ത അതൃപ്തി CPMലെ ഭൂരിഭാഗം നേതാക്കൾക്കുമുണ്ട്. 24 തിരുവനന്തപുരം. വോട്ടെടുപ്പിന് ശേഷവും വടകരയിൽ സ്ഥാനാർത്ഥികളെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ പോര്. KK ശൈലജയ്ക്കെതിരെ ദുഷ്പ്രചാരണം നടത്തിയിട്ട് ഷാഫി പറമ്പിൽ ഹരിചന്ദ്രൻ ചമയുകയാണെന്ന് CPIM നേതാവ് P ജയരാജൻ കുറ്റപ്പെടുത്തി. KK ശൈലജയെ വർഗീയ ടീച്ചറമ്മയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചു. രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ കഴിയില്ലെന്നുറപ്പായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെളിവാരിയെറിയുകയാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് തിരിച്ചടിച്ചു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വോട്ടെടുപ്പ് വൈകിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 2 MLA-മാരുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ വടകര മണ്ഡലത്തിൽ വോട്ടെടുപ്പിനു ശേഷം മുന്നണികൾ ആശയക്കുഴപ്പത്തിലാണ്. ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞെങ്കിലും തിരിച്ചടിയാകില്ലെന്ന വിലയിരുത്തലിലാണ് UDF നേതൃത്വം. തിരുവനന്തപുരവും തൃശൂരുമാണ് സംസ്ഥാനത്ത് BJP പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ. രണ്ടിടത്തും BJPക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഒരൊറ്റ സ്ഥലത്ത് ജയിക്കൂല. തിരുവനന്തപുരത്ത് സാധ്യതയില്ല, തൃശ്ശൂരും സാധ്യതയില്ല. അതുകൊണ്ട് അതിൽ വേറെ പ്രയാസമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. വോട്ടിംഗിലുണ്ടായ കാലതാമസം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും പരാതിയിലുണ്ട്. വോട്ടെടുപ്പിന് തലേ ദിവസം കോഴിക്കോട് വീട്ടിൽ നിന്ന് വസ്ത്രങ്ങൾ പിടികൂടിയ സംഭവത്തിൽ BJP പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തു. തിരുവമ്പാടി സ്വദേശി കാനാട്ട് രഘുലാലിനെതിരെയാണ് കേസ്. വോട്ടർമാരെ സ്വാധീനിക്കാനാണ് വസ്ത്രങ്ങൾ എത്തിച്ചതെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് റാലിയിലും വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. അമേഠി റായ്ബറേലി സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. അതേസമയം പ്രചാരണം ശക്തമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കോൺഗ്രസ് പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുപിടിക്കുന്നു. രാജ്യത്തെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് പ്രിയപ്പെട്ട വോട്ട് ബാങ്കിന് നൽകാനാണ് കോൺഗ്രസ് ശ്രമം. മോദി ജീവനോടെയുണ്ടെങ്കിൽ താലിമാലയിൽ കൈവയ്ക്കാൻ അനുവദിക്കില്ല. ബലഗാവിലെ തെരഞ്ഞെടുപ്പ് റാലിയിലടക്കം പങ്കെടുത്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. आपने बचाया हुआ सोना चांदी लूटने देंगे क्या? आपके मंगलसूत्र पर किसी को हाथ लगाने देंगे? कोई पंजा आपकी संपत्ति लूट सकता है क्या? मैं कांग्रेस को अलर्ट करना चाहता हूं, ये मंसूबे छोड़ दीजिए जब तक മോദി जिंदा है. രാജ്യത്ത് വിഭാഗീയത സൃഷ്ടിക്കാനാണ് BJPയുടെ ശ്രമമെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. തോൽക്കുമെന്നുറപ്പായപ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ BJP ശ്രമിക്കുന്നത്. അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥിത്വത്തിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മണ്ഡലം സന്ദർശിക്കും. സംഘർഷവും ബൂത്തുപിടുത്തവും ഉണ്ടായ മണിപ്പൂരിലെ 6 പോളിംഗ് സ്റ്റേഷനുകളിൽ ചൊവ്വാഴ്ച റീപോളിംഗ് പ്രഖ്യാപിച്ചു. ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ ചൊവ്വാഴ്ച രാവിലെ 7 മണി മുതൽ 4 മണി വരെയാണ് റീപോളിംഗ്. ബംഗാളിൽ വനിതാ BJP നേതാവിന് നേരെ ആക്രമണമുണ്ടായി. സംഭവത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് BJP കുറ്റപ്പെടുത്തി. R രാധാകൃഷ്ണൻ, 24, ഡൽഹി. ലൈംഗികാതിക്രമ പരാതിയിൽ കർണാടക മുൻ മന്ത്രിയും JDS നേതാവുമായ HD രേവണ്ണയ്ക്കെതിരെയും പോലീസ് കേസെടുത്തു. രേവണ്ണയുടെ മകനും ഹാസൻ മണ്ഡലത്തിലെ സിറ്റിംഗ് MPയും NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയും നേരത്തെ കേസെടുത്തിരുന്നു. വീട്ടിലെ ജോലിക്കാരിയായ യുവതിയാണ് വനിതാ കമ്മീഷന് പരാതി നൽകിയത്. വനിതാ കമ്മീഷൻ പരാതി പോലീസിന് കൈമാറി. കേസെടുത്തതിന് പിന്നാലെ പ്രജ്വൽ രേവണ്ണ രാജ്യം വിട്ടുവെന്ന് പോലീസ് വ്യക്തമാക്കി. കേസിൽ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. അരവിന്ദർ സിംഗ് ലവ്ലി ഡൽഹി PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ഹൈക്കമാൻഡ് അംഗീകരിച്ചു. സംഘടനാ തലത്തിലെ തർക്കവും ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യവുമാണ് രാജിക്ക് കാരണം. അതിനിടെ കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഡൽഹിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കോൺഗ്രസ് നേതൃത്വത്തെയും ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനത്തെയും വിമർശിച്ച് അരവിന്ദർ സിംഗ് ലവ്ലി ഡൽഹി PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. ഡൽഹിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപക് ബബ്രിയുമായുള്ള തർക്കമാണ് രാജിക്ക് പ്രധാന കാരണം. PCCയുടെ നിർദ്ദേശങ്ങൾ തള്ളി അപരിചിതരെ സ്ഥാനാർത്ഥികളാക്കിയെന്ന് കനയ്യകുമാറിനെ ഉന്നമിട്ട് ലവ്ലി കുറ്റപ്പെടുത്തി. സീറ്റ് ലഭിക്കാത്തതിനാലാണ് രാജിയെന്ന പ്രചരണം തെറ്റെന്നും ലവ്ലി പറഞ്ഞു. मैंने दिल्ली प्रदेश कांग्रेस कमेटी के अध्यक्ष पद से इस्तीफा दिया है और मैं अपने तमाम कांग्रेस के कार्यकर्ताओं से मिलूंगा, बात करूंगा. कहीं किसी पार्टी को अभी ज्वाइन नहीं कर रहा. അരവിന്ദർ സിംഗ് ലവ്ലിയുടെ രാജി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നായിരുന്നു ദീപക് ബബ്രിയുടെ പ്രതികരണം. वो भी चैलेंज नहीं है कि जिसकी वजह से हम ठप हो जाए, हमारा काम रुक जाए, हमारे कैंडिडेट जो है हार जाए. ये एक नॉर्मल चैलेंज है. एक ह्यूमन रिसोर्सेज का मामला जो होता है उसमें कहीं ना कहीं गैप फिलअप करने का मामला होता है. അതിനിടെ വടക്കിഴക്കൻ ഡൽഹിയിൽ കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ ഒരു വിഭാഗം പ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു. അതേസമയം വിമർശനങ്ങളോട് പ്രതികരിക്കാൻ കനയ്യകുമാർ തയ്യാറായില്ല. 24 ഡൽഹി.
കേരളത്തിൽ സൂര്യാഘാതമേറ്റ് ഇന്ന് 2 മരണം. ഈ ആഴ്ച കൂടി അസാധാരണമായ ചൂട് തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഉയർന്ന ചൂട് കണക്കിലെടുത്ത് അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവച്ചു. പാലക്കാട് എലപ്പുള്ളി സ്വദേശി ലക്ഷ്മി, മാഹി പന്തയ്ക്കൽ സ്വദേശി UM വിശ്വനാഥൻ എന്നിവരാണ് മരിച്ചത്. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട് ജില്ലയിൽ ഒരാഴ്ചക്കിടെ സൂര്യാഘാതമേറ്റ് 3ാമത്തെ മരണമാണിത്. തുടർച്ചയായ ദിവസങ്ങളിൽ 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട് താപനില രേഖപ്പെടുത്തുന്നത്. സാധാരണയേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ. പാലക്കാടിന് പിന്നാലെ കൊല്ലത്തും തൃശൂരും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ചൂട് ഇനിയും വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവച്ചു. അങ്കണവാടികളുടെ മറ്റു പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും. കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിലെത്തിക്കും. സംസ്ഥാനത്ത് വേനൽ മഴ തുടരാനും സാധ്യതയുണ്ട്. മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്തുനിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്കുണ്ട്. 24 തിരുവനന്തപുരം. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.